നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. IFFHSൻ്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ച പ്ലേ മേക്കർ അവാർഡിനുള്ള നോമിനേഷൻ ലിസ്റ്റ് അവർ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഏറെ തവണ അത് സ്വന്തമാക്കിയിട്ടുള്ള ആളാണ് ലയണൽ മെസ്സി. 38-ാം വയസ്സിലും ലയണൽ മെസ്സി ഈ നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിറ്റീഞ്ഞ, PSG കിടിലൻ താരം വിറ്റീഞ്ഞ ഇടം പിടിക്കുന്നു, KDB ഇടം പിടിക്കുന്നു, ആർദ ഗ്യൂളർ ഇടം പിടിക്കുന്നു. എന്തായാലും ഇപ്പോൾ IFFHS മെൻസ് വേൾഡ് ബെസ്റ്റ് പ്ലേ മേക്കർ അവാർഡിനുള്ള നോമിനേഷൻ ലിസ്റ്റിൽ ആരൊക്കെയാണ് എന്ന് നോക്കാം. ഏതായാലും ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 10 എന്ന കാര്യം കൂടി അവർ അറിയിക്കുന്നുണ്ട്. നമ്മൾ നോക്കാം ആരൊക്കെയാണ് ഇതിലുള്ളത് എന്ന്. ഒന്ന് ആർദ ഗ്യൂളറാണ്, റയൽ മാഡ്രിഡിൻ്റെ തുർക്കിഷ് താരം ആർദ ഗ്യൂളർ. പിന്നെ പോർച്ചുഗലിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ താരം ബ്രൂണോ ഫെർണാണ്ടസ്, ചെൽസിയുടെ ഇംഗ്ലീഷ് താരം കോൾ പാൽമർ, അതുപോലെ ബയർ ലെവർക്യൂസണിലായിരുന്നു, ഇപ്പോൾ ലിവർപൂളിലേക്ക് ചേക്കേറിയ ജർമ്മനിയുടെ താരം ഫ്ലോറിയൻ വേർട്സ്, അതുപോലെ തന്നെ റയൽ മാഡ്രിഡിൻ്റെ ഇംഗ്ലീഷ് താരം ജൂഡ് ബെല്ലിംഗാം, മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് ഇപ്പോൾ നാപ്പോളിയിലേക്ക് പോയ ബെൽജിയൻ താരം കെവിൻ ഡിബ്രോയിൻ, FC ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ലാമിൻ യമാൽ, ആഴ്സണലിൻ്റെ നോർവീജിയൻ താരം മാർട്ടിൻ ഒഡേഗാർഡ്, ബാഴ്സലോണയുടെ സ്പാനിഷ് താരം പെഡ്രി, PSG പോർച്ചുഗീസ് താരം വിറ്റീഞ്ഞ, ഇന്റർ മയാമിയുടെ അർജന്റീൻ സൂപ്പർ താരം ലിയോ മെസ്സി, ലിയോണിൻ്റെ കൊളംബിയൻ താരം ഹാമേസ് റോഡ്രിഗസ്, സെൽറ്റിക്കിൻ്റെ ജപ്പാനീസ് താരം റിയോ ഹറ്റാറ്റെ, വെസ്റ്റാമിൻ്റെ ഗാന താരം മുഹമ്മദ് കുദുസ്, അതുപോലെ PSVയിൽ നിന്ന് പിന്നെ ബയർ ലെവർക്യൂസനിലേക്ക് പോയ USA താരം മാലിക് ടിൽമാൻ. ഇതാണ് ഇപ്പോൾ IFFHS പുറത്തുവിട്ടിരിക്കുന്ന നോമിനേഷൻ ലിസ്റ്റ്. ഇത്തവണ ആര് നേടും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.